ഹായ് ഓൾ, ഇന്നത്തെ ഫസ്റ്റ് റെസിപ്പി ടൊമാറ്റോ റൈസ് ആണ്. ഇതിനായിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമ്മുടെ ഹോൾ സ്പൈസസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. അതുകൊണ്ട് 5 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നെക്സ്റ്റ് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗരം മസാല വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ഉപ്പ് ചേർക്കുക, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറേ മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിക്ക് വേണ്ടിയിട്ട് ഉപ്പ് കൂടി നമുക്ക് വീണ്ടും ചേർക്കേണ്ടതുണ്ട്. അതുകൂടി ചേർത്ത് ചെറുനാരങ്ങയുടെ നീരും ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഈ അരിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ രീതിയിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ അരിയും മസാലയും വേറെ വേറെയാണ് വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുക്കിംഗ് വേഗം കഴിയും. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന അരി കൈമ റൈസാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ അച്ചാറും ചമ്മന്തിയും നമ്മുടെ റൈത്തയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതില്ലേ, ബോയിൽ ചെയ്തിട്ട് മുട്ട പൊരിച്ചത്, അതും നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ചപ്പാത്തിൻ്റെയോടൊപ്പവും പത്തലിൻ്റെയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ പട്ടാണിയുടെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പട്ടാണി കടല കുക്കറിലേക്ക് ഇടാം. 3 വലിയുള്ളി നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയും 1 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കുറച്ച് പഞ്ചസാരയും ടൊമാറ്റോ സോസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളവും ചേർത്തിട്ട് 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. പട്ടാണി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അടുത്ത റെസിപ്പി ഇതേപോലെ ചപ്പാത്തിക്കും പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി വെജിറ്റബിൾ കറിയാണ്. ഇതിനായിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, വല്യുള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി മതി. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇടാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കഷ്ണം പട്ടയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ്. ഇതുണ്ടാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം, കാരണം നമ്മളിതിൽ കൂടുതൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ കുറേ ചെറിയുള്ളിയും 2 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ ചെമ്മീൻ പൊരിച്ചെടുക്കുക. ഇതേ പാനിൽ തന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇതൊരു അടിപൊളി ഐറ്റമാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രോൺസ് ഫ്രൈ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പൊരിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്ന പാന് ഇരുമ്പിൻ്റേതാണെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അത് ഏത് ഡിഷാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളത് വെക്കും തോറും അതിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഇരുമ്പിൻ്റെ ടേസ്റ്റ്, ഒരു കയ്പ്പ് ഫീൽ വരും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കുറേ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരാം.